السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ മുത്തഅല്ലിമീങ്ങളെ, മറ്റു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് ആഗതമായിട്ട് ഇന്ന് 2-ാം ദിവസമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും കബൂലാക്കി തരുമാറാകട്ടെ. ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം റമളാൻ അതിഥിയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മുഖ്യമായ ഒരു വിഷയമാണ് ഈ പവിത്രമായ ദിനരാത്രികളിൽ നാം നമ്മുടെ ശരീരത്തിന് ആത്മസംസ്കരണം നടത്തുക എന്നുള്ളത്. മഹത്തുക്കളായ പണ്ഡിതന്മാര് ഒരുപാട് കാര്യങ്ങൾ ആത്മസംസ്കരണത്തിന് വേണ്ടി പറയുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന മഅ്ശറ വൻസബക്ക് മുമ്പായി കൊണ്ട് നാം ഏവരും ചെന്നു ചേരേണ്ട ഖബറിനെ കുറിച്ച് ഓർക്കുക. മുൻകഴിഞ്ഞ മഹത്തുക്കളെല്ലാം ആ ഖബറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വിതുമ്പുന്നവരായിരുന്നു. അതല്ലേ തഴവാവസ്ഥ നമുക്ക് പാടിത്തന്നത്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ഈ 4 വരികളിലൂടെ മഹാനായ തഴവ ഉസ്താദ് ഖബറിനെ കുറിച്ച് അത്രത്തോളം വിശാലമാക്കി പറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 3-ാം ഖലീഫയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് മഹാനുഭാവൻ അള്ളാഹുവിന്റെ അദാബിനെ ഓർത്ത് കരയാറുണ്ടായിരുന്നില്ല, നരകത്തിനെ ഓർത്ത് മഹാനുഭാവൻ വിതുമ്പാറുണ്ടായിരുന്നില്ല. മറിച്ച് മഹാനുഭാവൻ ഖബറിനെ കണ്ടാൽ, ഖബറിനെ അവിടുന്ന് കേട്ടാൽ അവിടത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കൊണ്ട് കണ്ണുനീര് വാർക്കാറുണ്ടായിരുന്നു. ചോദിച്ചു മഹാനുഭാവനോട്, എന്തിനാ ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ അള്ളാഹുവിന്റെ അദാബിനെ ഓർത്ത് കരയുന്നത് കണ്ടിട്ടില്ലല്ലോ, അള്ളാഹുവിന്റെ നരകത്തിന്റെ ഭയാനകതയെ ഓർത്ത് നിങ്ങൾ വിതുമ്പുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ തങ്ങൾ നൽകിയ മറുപടി, പ്രിയമുള്ളവരെ, ആ ഇരുളാർന്ന ഖബറിൽ ഞാൻ ഒറ്റക്ക് പോയി ഏകവാസം നയിക്കേണ്ടവനാണ്. അതിനാലാണ് ഞാൻ ഖബറിനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ കരയുന്നതെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മുൻകഴിഞ്ഞ മഹത്തുക്കൾ ഇങ്ങനെയായിരുന്നു. അവർ ഖബറിനെ ഓർക്കുമ്പോൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയുടെ ഖബർസ്ഥാനിലൂടെ നടന്നു വരുമ്പോൾ ഒരു ഖബറിൽ നിന്ന് ഒരു വിളിനാദം കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഓ അല്ലാഹുവിന്റെ റസൂലരെ, എന്നെ ഒന്ന് രക്ഷിക്കണം നബിയേ, ഞാൻ അല്ലാഹുവിന്റെ അദാബിലാണ്, എന്റെ 4 ഭാഗത്തും തീയാണ് നബിയെ, എന്നെ ഒന്ന് രക്ഷിക്കണം നബിയെ എന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ കലവറയായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ ഖബറിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ആരുടെ ഖബറാണെന്ന് മനസ്സിലാകുന്നില്ല. ഉടനെ അടുത്തുണ്ടായിരുന്ന സൽമാൻ അൽ ഫാരിസി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഓ സൽമാനെ, ഇത് ആരുടെ ഖബറാണെന്ന് നിനക്കറിയാമോ? സൽമാൻ തങ്ങൾ പറയുന്നു, ഇല്ല നബി, ഇത് ആരുടെ ഖബറാണെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ സൽമാൻ തങ്ങളോട് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. ഓ സൽമാൻ, നീ മദീന നിവാസികളോട് പോയി പറയണേ, അവരവരുടെ കുടുംബക്കാരുടെ മഖ്ബറകളിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അപ്രകാരം സൽമാൻ തങ്ങൾ പോയി ചെയ്തു, പറഞ്ഞു. നിവാസികൾ ഓരോന്നായിക്കൊണ്ട് അവരവരുടെ കുടുംബക്കാരുടെ ഖബറിടങ്ങളിലേക്ക് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ തുടങ്ങി. ഈ ഖബറിലേക്ക് മാത്രം ഒരാളും കടന്നു വരുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ കാത്തുനിന്നു. ഒടുവിൽ അവസാനം കുറച്ചു കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് ഒരു ഉമ്മ വേച്ച് നടന്നു വരുന്നത് കണ്ടു. ഈ ഖബർ ലക്ഷ്യമിട്ടാണ് ആ ഉമ്മ കടന്നു വരുന്നതെന്ന് അറിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ഉടനെ ആ ഉമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, ഓ ഉമ്മ, ഇത് ആരുടെ ഖബറാണ്? ആ ഉമ്മ പറഞ്ഞു, ഇതെന്റെ പൊന്നാര മകന്റെ ഖബറാണ്. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഈ മകൻ വല്ല അനിഷ്ടവും ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നോ? ഉമ്മ പറയുന്നു, ഇല്ല, എന്റെ മകൻ വളരെ നല്ലവനായിരുന്നു, അവൻ വളരെ സംശുദ്ധനായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല, വീണ്ടും ചോദിക്കുന്നു.
അപ്പോൾ ഉമ്മ ഓർത്തെടുത്ത് പറയുന്നുണ്ട്, ഉണ്ട് റസൂലേ, എന്റെ മകൻ ഒരിക്കൽ എന്നോട് തട്ടിക്കയറിയിട്ടുണ്ട്, എന്നോട് ക്രൂശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അത് എനിക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ ഉമ്മയോട് പറയുന്നു, ഉമ്മ അത് മകനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഉമ്മ പറയുന്നു, ഇല്ല നബിയെ, അവൻ എന്റെ മകനാണ്, ഞാൻ അവന്റെ ഉമ്മയാണ്, അവൻ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആ ഖബറിൽ നിന്ന് വരുന്ന അശരീരി ഉമ്മയെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് ഉമ്മ വളരെയധികം തളർന്നുപോയി. ഉടനെ ആ മകനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു. പിന്നീട് ആ ഖബറിൽ നിന്ന് കേൾക്കുന്ന അശരീരി, ജസാകുമുല്ലാഹു ഖൈറൻ യാ റസൂലല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ ഒറ്റ സംഭവത്തിലൂടെ മാതാപിതാക്കളോടുള്ള കടമയും അതുപോലെ തന്നെ ഖബറിന്റെ ഭയാനകതയും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖബറിന്റെ ഓരോ ഘട്ടങ്ങളും നാം വളരെയധികം സൂക്ഷിക്കണം. ഖബറിന്റെ അദാബുകൾ വളരെയധികം വലുതാണ്. തീർന്നില്ല. ആത്മസംസ്കരണത്തിന് മറ്റൊരു കാരണം കൂടി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധകരമായ ഖുർആൻ ഓതുക, അത് ഖത്മ് തീർക്കുക. എന്തുകൊണ്ടും ഈ വിശുദ്ധ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതൽ നമുക്ക് വളരെയധികം അത്യുന്നതമാണ്. കാരണം ഖുർആൻ പറഞ്ഞു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിന് ഇത്രയേറെ പവിത്രത ലഭിക്കാനും കാരണം. ഖുർആൻ ഒട്ടേറെ മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആ പരിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ എന്നാൽ ചില്ലറ കാര്യമില്ല. എത്ര കഠോരമായ ഹൃദയത്തെയും ലഘൂകരിക്കാൻ ആ ഖുർആൻ കൊണ്ട് കഴിയും. അതിന് വലിയ ഉദാഹരണമാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഫാറൂഖ് തങ്ങള്. മഹാനുഭാവൻ ഖുർആനിന്റെ മാധുര്യം നുകർന്നുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ആ പരിശുദ്ധകരമായ ഖുർആൻ ഈ മാസത്തിൽ ഓതൽ നമുക്ക് പ്രതിഫല വർധനവിന് വളരെയധികം കാരണമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്രത്തിലുള്ള ഒരു നന്മയായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.